വീട്ടിൽ വന്നപ്പോഴേ ആറ്റിന്റെ കരയെന്നുള്ള താമസം അങ്ങ് മാറിയോ? അവിടെ മാറി. നന്നായി. ഇത് പറയാനായിട്ട് ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോഴേ ആറ്റിന്റെ കര ഒരുമാതിരി പെണ്ണുങ്ങളുടെ കുളിയും നനയും ഒരു വൃത്തിയില്ല. പിന്നല്ലാതെ അതൊക്കെ പോട്ട് ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ആറ്റിന്റെ അരികത്തോട്ടാക്കി. അതെന്താ? പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. ഇറക്കി വെച്ചോടായിരുന്നു. ഇറക്കി വെച്ചാല് നാട്ടുകാരല്ലേ ചുമന്ന് കരയെ കയറ്റി. നമുക്ക് ഇനി വേറെ ഒരുപാട് അടിക്കണമെന്നാണെന്ന് തോന്നണം. വയറ്റില് ഭയങ്കര വേദന. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. കഴിഞ്ഞ ആഴ്ച ചേട്ടൻ പറയുന്ന വയറ്റ് ഭയങ്കര വേദനയാണ്. എന്റെ ചേട്ടൻ ഡോക്ടറാണെന്ന് ചേട്ടൻ അറിയാമോ? അപ്പൊ കുറച്ച് ചികിത്സയൊക്കെ എനിക്കറിയാമെന്നറിയാലോ. ചേട്ടൻ ഇവിടെയാണ് വേദന? അവിടെ അല്ല. ഇവിടെ ഇവിടെ എന്റെ പൊന്നു ചേട്ടോ, നിങ്ങൾക്കൊരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. ചേട്ടന്റെ വൻകൂടലും ചെറുകൂടലും പിണഞ്ഞ് കിടക്കാണ്. പിണഞ്ഞ് അണ്ടോറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് വൻകൂടലാണ് വലിച്ചു ഊരാനുള്ള പരിപാടിയാണ്. അതൊക്കെ പോട്ടെ. നിങ്ങൾ ആ കൊച്ചിനടുത്ത് കുളത്തിയിട്ടില്ലേ? അവിടെ പോലീസും പട്ടാളം കാത്തിക്കാണ്. ഇപ്പൊ ചേട്ടനെ പൊക്കിക്കൊണ്ടുപോകും. പോലീസ് ആരെ കാത്തിരിക്കുന്ന നമ്മ അറിയാം. പൊന്നു മോനെ, നീ ആ സർലേരെ വീട്ടിന്റെ പരിസരത്ത് 3-4 ദിവസം കൊണ്ട് കറങ്ങുന്ന അതെല്ലാം ഞാൻ ഫ്ലാഷ് ആക്കും. വെള്ളം ഒഴിച്ചിട്ട് അനാവശ്യം പറയില്ലേ? നീ ഇന്നലെ അവളെ വീട്ടില് കറങ്ങുന്ന കണ്ടല്ലോടാ. ആ മനുഷ്യൻ നിങ്ങൾ പറയുന്ന ഈ സരളയുടെ വീട് എന്റെ വീടും തമ്മിൽ ഏകദേശം 25 കിലോമീറ്ററോളം വ്യത്യാസം അറിയാം. നിങ്ങൾക്ക് 25 കിലോമീറ്റർ വ്യത്യാസം. പൊന്നു മോനെ, 10,000 നല്ല നെല്ലുണ്ടെങ്കിലേ എലി അങ്ങ് മൂന്നാറിന്നും വരും. നീ അതുകൊണ്ട് വ്യത്യാസം പറഞ്ഞ് അമ്മക്കിട്ട് കിളക്കാൻ നോക്കണ്ട. നീ പോ. നാട്ടുകാർ പറയുന്നത് എന്താണെന്നറിയാം മനുഷ്യ? നിങ്ങൾ 24 മണിക്കൂർ കുടിച്ച് സൂചിച്ച് കിടക്കുന്ന നാട്ടുകാർ പറയും. ഇവിടെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. കുടിയന്മാരെല്ലാം കുടിച്ച് സൂചിച്ച് കിടക്കുന്നു. സത്യമല്ലേ? എന്തോ സത്യം? നിങ്ങൾ കുടിച്ചല്ലേ? അപ്പൊ നീ കുടിയന്മാരെല്ലാം നീ പരസ്യമായിട്ട് അവഹേളിച്ചില്ല റാസ്കലെ. നീ അവിടെ നില്ല്. ഇനി ഉത്തരം പറഞ്ഞ് പോയാൽ മതി. 24 വെള്ളം അടിച്ച് ഇവിടെ നാശമായിട്ട് വാള് വെച്ചാൽ നടക്കിയ മനുഷ്യൻ. നീ അതൊന്നും പറയേണ്ട കാര്യമില്ല. ഡോണ്ട് മൈൻഡ്. ഓക്കെ, ഞാൻ എന്റെ വൈറ്ററമ്മാണ്. ഇന്ന് സാധനം കിട്ടൂല, അതുകൊണ്ട് ഇന്നലെ കരസ്ഥമാക്കി. ഇത് കുടി. അയ്യോ, ഞാൻ മതിയില്ല. നീ വലിയ കൊമ്പത്തെ വർത്താനം പറഞ്ഞല്ലോ. ഇവിടെ ദിനേശനും കുടിയന്മാരെല്ലാം കുടിച്ച് സുഖിച്ച് അടക്കുകയാണെന്ന്. അത് നീ അറിയണം. കുടിയടാ ചേട്ടാ. ഞാൻ കുടി ടേസ്റ്റ് ചെയ്താൽ മതി. കുടി കുടി കുടി. പിന്നെ കത്തിപ്പോയാ തന്നെ. എന്നിട്ട് ഇവിടെ എല്ലാരും പറയുന്നത് ദിനേശൻ കുടിച്ച് സുഖിച്ച് അടക്കുകയാണെന്ന്. എടാ, കഷ്ടപ്പെട്ടാണ് ഈ സാധനം തൊണ്ടക്കുഴിയിൽ നിന്ന് പുല്ല് താഴോട്ടിറങ്ങുന്നത്. പറയണവർക്ക് ഒരു ഗുരുവില്ല. കുടിച്ച് സൂചിച്ച് അടക്കുന്നു. ഇനി പറയില്ലേ അനുഭവിച്ചു മാന്യമായിട്ട് ഡീൽ ചെയ്തു. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മനുഷ്യ. നല്ലൊരു ജോലി റെയിൽവേയിൽ ഉണ്ടായിരുന്ന മനുഷ്യനല്ലേ നിങ്ങൾ? നാട്ടുകാരെ നിങ്ങൾ കേട്ടോളം. നല്ലൊരു ജോലി റെയിൽവേയിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഇയാൾക്ക് ഒരു അവാർഡും കിട്ടി. എന്തിനാണ് അവാർഡ് കിട്ടിയെന്നറിയോ? ട്രാക്കിൽ കിടന്ന ട്രെയിനെ സ്റ്റാർട്ടാക്കി കുറെ ദൂരം ട്രാക്കിൽ കൂടെ ഓടിച്ചിട്ട് ആ ട്രെയിനെ ട്രാക്കിൽ നിന്നിറങ്ങി വാഴത്തോട്ടം വഴിയും മരച്ചിനികൾ വഴിയും റബ്ബർ തോട്ടം വഴി കൊണ്ടുവന്ന് വീണ്ടും ട്രാക്കിൽ കയറ്റി സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയാലാണ് അവാർഡ് കിട്ടിയത്. കിട്ടും. അതല്ലേടാ ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ രഹസ്യം? നീ പുറത്തായിടം പറയണ്ട. ഞാൻ ഈ 2 അടിച്ചുകൊണ്ട് ഈ ട്രെയിൻ ഓടിക്കാൻ പോകത്തുള്ളൂ. ഞാനിങ്ങനെ അടിച്ചിട്ട് ട്രാക്കിൽ കിടന്ന ട്രെയിൻ സ്റ്റാർട്ടാക്കി ഇങ്ങനെ ട്രാക്കിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോയപ്പോ പെട്ടെന്ന് എന്റെ മുമ്പ് ട്രാക്കിൽ ഒരുത്തൻ ചാകാനായിട്ട് തലയും വെച്ചുകൊണ്ട് കിടക്കുന്നു. ഞാൻ എന്ന് വൃത്തിയാണ് കാണിച്ചത്. ആ ട്രെയിനകത്ത് ഒരു 10,000 പേരെങ്കിലും കാണൂലേ? ചാവാൻ കിടക്കുന്ന ഇവന്റെ ജീവനാണ് വലുത്, അതോ ട്രെയിനകത്ത് ഇരിക്കുന്ന 10,000 പേരെ ജീവനാണ് വലുത്? ചേട്ടൻ തിരിഞ്ഞും നോക്കാൻ അവന്റെ നെഞ്ചത്തോടെ കയറ്റിറക്കി പൊക്കിടായിരുന്നോ? എടാ, അതിനല്ലേ വന്നത്. അപ്പൊ അവൻ എന്നെ ഓടിക്കളഞ്ഞെ. ഞാൻ അവന്റെ കൂടെ പോയി. അവൻ തെങ്ങുമ്പട വഴി ഓടി അമ്മേനെ കൂടെ പോയി. അവസാനം വാഴപ്പണയെ കൊണ്ടുവച്ച് പുല്ലിനെ കൊന്നിച്ച് കറക്റ്റ് സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി നിർത്തി. എനിക്കറിയാടാ 7,000 ജീവനാണ് വലുതെന്ന്. പുല്ലിനെ കൊല്ലാൻ പെട്ട പാട് സവരല്ല മുറ. നേരത്തെ പറഞ്ഞു ഇത് എന്റെ ഏരിയ. അവിടെ ഇറന്ന് വാ ഇറക്കേണ്ട കാര്യമില്ല. ഏത് കൂതറ വന്നാലും എന്നെ പരിചയപ്പെടുത്തണം. ഹൂ ഇസ് ദിസ് കൂതറ? ചേട്ടാ മനസ്സിലായില്ല? ഇല്ല. ശിവൻ. നമ്മുടെ ശിവൻ. നമ്മുടെ ശിവൻ. എന്റെ പരമശിവനെ ഇപ്പൊ ഈ കോലത്തിലേക്കായ ആ കൂളിംഗ് ഗ്ലാസും ജുബയൊക്കെ ഇട്ട് വരണേ. എനിക്ക് വയ്യ. എന്റെ അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ മനസ്സിലായോ? ആരാ? ശിവന്റെ കൂടെ വന്ന പെൺകുട്ടിയെ മനസ്സിലായോ? പുള്ളിയുടെ കൂടെ ഇങ്ങോട്ട് മാറിയില്ലേ? എടാ, ശിവന്റെ കൂടെ പാർവതി അല്ലാതെ പിന്നെ നിന്റെ കുഞ്ഞമ്മ വന്നിരിക്കൂ. എനിക്ക് മനുഷ്യനെ ദൈവത്തെ കണ്ട തിരിച്ചറിഞ്ഞൂടെ? അയ്യോ, ശിവന്റെ സൗണ്ട് കേട്ടാ. അല്ല പിന്നെ ദേഷ്യം വരൂല്ലേ? വേണ്ട എന്ന് വിചാരിക്കുമ്പോ തലയെ കയറണ റാസ്കല്. എന്റെ സ്വഭാവനൊക്കെ അറിയില്ല. നിന്ന് അടിവാങ്ങിക്കണ പാർട്ടിയാണ് ഞാൻ.
നിങ്ങൾക്ക് ഇത് തന്നെ വേണം. നിങ്ങളോട് സംസാരിച്ചതാലേ എന്റെ ബസ് അങ്ങ് തെറ്റും. നീ ബസ് എവിടെ തെറ്റി കയറി പോണു? ഞാൻ പ്രൊഫസർ മുതുകാടിന്റെ വീട്ടിൽ മാജിക് പഠിക്കാൻ പോകുന്ന വഴിയാണ്. ഓ, മുതാർന്ന് പറഞ്ഞ എന്തുവാടാ? അമ്മക്ക് എന്തുവാ? ഞാൻ മാജിക് പഠിക്കാൻ പോകാൻ പൊന്നു. മുതാർന്നല്ല, ഇവിടെ ദിനേശനാ നമ്പർ മെഡിസിൻ. അയ്യോ ചേട്ടൻ മാജിക് അവതരിപ്പിക്കോ? ഇല്ല ഇല്ല. ചേട്ടക്ക് എന്നല്ലേ എനിക്ക് വേണ്ടി ഒരു മാജിക് അവതരിപ്പിക്കാവോ? പോടാ പോടാ പോടാ. ചേട്ടാ ഒരു മാജിക് അവതരിപ്പിക്കട്ടെ. വേറൊന്നുമല്ല, ഞാൻ സംഭവം ഒന്നും കൊണ്ടുവന്നില്ല. ഗുരുവായ ഞാനൊരു ഇത് വെച്ച് ഒരു മാജിക് അവതരിപ്പിക്കാം. പൊന്നു സമ്മയിൽ പയ്യൻ പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കാം. ഈ മാജിക് എന്ന് പറഞ്ഞാൽ അറിയാന്നുള്ളൊരു ഈസി, അറിയാൻ പറ്റാത്തൊരു ഭയങ്കര പാടാണ്. സംശയം. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കർച്ചീഫ്. മലയാളത്തിൽ പറയടാ. തുണി. പീറ തുണി. നീ ഉപയോഗിക്കുമ്പോ, ദിനേശ് ഉപയോഗിക്കുമ്പോ കർച്ചീഫ്. ഓക്കെ. അപ്പൊ മാജിക്കിലെ കിടക്കാൻ സംശയമില്ലോ? സംശയമില്ല. എന്താണ്? കർച്ചീഫ്. റെഡി റെഡി. ഓക്കെ. ഓക്കെ. അല്ല കുറച്ചുകൂടെ ഇങ്ങോട്ട് ഒന്നുകൂടെ കൈ. ഇപ്പൊ എന്തായി? കർച്ചീഫ്. താങ്ക് യു താങ്ക് യു. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും കാണിക്കണം. ഇവിടെ മാജിക് എന്ന് പറഞ്ഞാലേ അർത്ഥവത്തായിട്ടിരിക്കണം. എന്നാ അർത്ഥപൂർണ്ണമായിട്ട് ഇയാളൊരു മാജിക് കാണിച്ച്. അർത്ഥവത്തല്ലെങ്കിൽ ഇന്ന് ഇവിടെ കിടന്ന് അടികൊണ്ട് ചാവും നീ. താൻ ഈ ട്യൂബ് കണ്ടോ? ഈ ട്യൂബിനെ ഞാൻ പ്രപഞ്ചത്തിൽ വെച്ച് അപ്രത്യക്ഷമാക്കുന്നു. പോടാ പോടാ പോടാ. ഈ ട്യൂബ് കണ്ടുകൊണ്ട് എന്റെ ഏറ്റവും പുതിയ ഐറ്റത്തിലേക്ക് കിടക്കുകയാണ്. മറ്റൊന്നുമില്ല. സംശയമില്ല. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ട്യൂബ്. ട്യൂബ്. ദാ കേരളത്തിൽ ആദ്യമായിട്ട് കാണിക്കുന്ന ട്യൂബ് എസ്കേപ്പ് അഥവാ ടയർ എസ്കേപ്പ്. ദാ ഈ ട്യൂബിനകത്തൂടെ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കടന്നു പോവാ. താങ്ക് യു താങ്ക് യു. അല്ലെങ്കിൽ അതിനകത്തൂടെ ഒരാൾക്കല്ലേ പോകാൻ പറ്റൂ? പക്ഷെ ഈ ട്യൂബിനകത്തൂടെ രണ്ടുപേര് കടന്നു പോയിട്ട് എങ്ങനെ രസോടും എന്നുള്ള ദിനേശൻ കാട്ടിത്തരും. അത് മാജിക്. അതിനുവേണ്ടി ഒരാളും കൂടെ വേണം. പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒരാൾ കടന്നു വരാം. മോനെ നീ നിന്റെ പേരെന്തോ? നീ ആവുമ്പോ ഇത്രയല്ലേ ഉള്ളു, കാര്യങ്ങൾ എളുപ്പത്തിൽ കഴിയും. വരൂല്ലേ? നീ അവിടെ കാർപ്പൊക്കെ വീശി അവിടെ ഇരുന്നോ. നീ മതി. ഇല്ല, നിനക്കല്ലേ കാണാൻ ആക്രാന്തം. മര്യാദക്ക് വീട്ടിൽ പോകാൻ നിന്ന് തന്നെ നിനക്കല്ലേ ഇതിന്റെ ഇടയിൽ കൂടെ പോണാണ്. ഒന്നും അറിയാ. എടി ഇതൊക്കെ അഡ്ജസ്റ്റും ചെയ്യും. ശരി, ഞാൻ റെഡി എന്ന് പറയുമ്പോ നീ കയറിക്കോണം. നിനക്ക് റെഡി ഞാൻ പറയാം, അപ്പോഴേ വലിഞ്ഞ് കയറാവും. ശരി ശരി ശരി. ഇത് പിള്ളേര് കളി അല്ല. ശരി ശരി. റെഡി. മാജിക് എന്ന് പറയുമ്പോ അറിയാന്നുള്ളൊരു കേസ്, അറിയാൻ പാടുന്നൊരു ഭയങ്കര പാടാണ്. റെഡി. ഈ ട്യൂബിനകത്തൂടെ ഇപ്പഴല്ലെന്ന് ഈശ്വരോ, ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയുടെ? രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. ഇത് ഏത് ഭാഷയുടെ ഇത്? തൊണ്ടക്കുഴി ഇറുവിയെന്ന് തോന്നാൻ അനുഭവിച്ചോ? ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ കേറല്ലേന്ന്. ഞാൻ ആക്രാന്തത്തോടെ വന്ന് കയറാൻ നിന്റെ അമ്മ വീടാടാ ഇത്. എടാ റെഡി പറഞ്ഞിട്ടല്ലേ കയറാവുള്ള. നീ അവിടെ സമാനപ്പെട്ട അവിടെ ഇരുന്നാണ്. നീ ചുമ്മാ അല്ലടാ. ഞാൻ ഒന്ന് ഊരി നോക്കട്ടെ. യോ, എനിക്ക് ഊരണ്ട. അവിടെ ഇരുന്നോട്ട്. എടാ നില്ല, സമാനപ്പെട്. ഇപ്പൊ രസം എടുത്ത കിണിക്കാതെ അയച്ച് പോരാ അവിടുന്ന്. നിന്നെ ആദ്യം വിളിച്ചപ്പോ നിനക്ക് വരാൻ കുരു. നീ വന്നിരുന്നെങ്കിൽ എപ്പോഴാ ഇറങ്ങി പോവായിരുന്നു. എടാ നില്ല, നീ സമാനപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കാണ്. ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറിയെന്ന് അതുപോലെ ഒന്ന് ഇറങ്ങി പോയി നോക്കാണ്. എന്നെ കൊണ്ടേ പോകുള്ളൂ. ചുമ്മാ അല്ല അവിടെ. അങ്ങനെയില്ല. ഉള്ള പിടുത്തവും പോയി. നേരത്തെ എന്തോ പുല്ലിനെ വലിച്ചു കയറ്റാൻ തോന്നി. എടേ ഒന്ന് കുനിയപ്പോ അവിടെ കടവ് മത്സരം തുടങ്ങാറായി. ഇതെന്തോ കളി? എന്നെ കൂടെ കയറ്റു ഇതിനകത്ത്. ഇത് കളിയാ. പോരാക്കി ഒരുത്തം കയറിയതിന്റെ നീറ്റൽ തീർന്നില്ല. അതിന് മുമ്പ് അവനും കൂടെ ഇവിടെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് കയറി. പോടാക്കി ഇന്ന് ഊരിത്താടായത്. അറിയാവുന്നവർക്ക് ഈസിയാണെന്ന് നിനക്കറിയാൻ പാടില്ലാത്ത ഞാൻ ചെയ്യാൻ.